ഇന്ത്യൻ മണ്ണിൽ 130 വർഷത്തിന് ശേഷം ആദ്യമായാണ് ICA ഗ്ലോബൽ കോപ്പറേറ്റീവ് കോൺഫറൻസ് നടക്കുന്നത്. ഒരു ചരിത്ര പ്രധാനമായ മണ്ണിലാണ് ഞാൻ നിൽക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിലുള്ള എല്ലാ സഹകരണ സ്ഥാപനങ്ങളുമാണ് ഈ ICA ഗ്ലോബൽ കോപ്പറേറ്റീവ് കോൺഫറൻസിൽ പങ്കെടുക്കുന്നത്. നവംബർ 25 ആരംഭിച്ച് നവംബർ 30 അവസാനിക്കുന്നത്. ഇന്ത്യൻ പ്രധാനമന്ത്രി, ഇന്ത്യൻ ആഭ്യന്തരമന്ത്രി, ഭൂട്ടാൻ പ്രധാനമന്ത്രി, ഫിജി ഡെപ്യൂട്ടി പ്രധാനമന്ത്രി, ICA പ്രസിഡന്റ്, ഇഫ്കോ ചെയർമാൻ തുടങ്ങി നിരവധി പ്രമുഖരാണ് ഈ ഉദ്ഘാടന ദിവസത്തിൽ പങ്കെടുക്കുന്നത്. മൂടൽമഞ്ഞ് മാറിവരുന്ന അന്തരീക്ഷത്തിൽ ലോകരാജ്യങ്ങളിൽ നിന്നുമുള്ള ഡെലിഗേറ്റുകൾ ഓരോരുത്തരായി ഇന്ത്യയുടെ തലസ്ഥാന മണ്ണിലേക്ക് എത്തുന്നു. തലയെടുപ്പോടെ പ്രഗതി മൈതാനത്തെ ഭാരതമണ്ഡപം തയ്യാറായി കഴിഞ്ഞു. രജിസ്ട്രേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഞാനും മീഡിയ രജിസ്ട്രേഷൻ കഴിഞ്ഞ് ഗേറ്റ് നമ്പർ 9 അകത്തേക്ക് കയറി. ഏഷ്യയിലെ ആദ്യത്തെ മീഡിയ സഹകരണ സംഘത്തിൻ്റെ സ്ഥാപക പ്രസിഡന്റും കോപ്പറേറ്റീവ് ജേർണലിസ്റ്റും എന്നുള്ള നിലയിൽ ഒരുപാട് സന്തോഷവും അഭിമാനവും തോന്നിയ നിമിഷങ്ങൾ. ആഗോള സഹകരണ പ്രസ്ഥാനമായ ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസിൻ്റെ 130 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായാണ് ICA ഗ്ലോബൽ കോപ്പറേറ്റീവ് കോൺഫറൻസും ജനറൽ അസംബ്ലിയും ഇന്ത്യയിൽ സംഘടിപ്പിക്കുന്നത്. ഇന്ത്യയുടെ ഒരു വലിയ പൈനിയർ അല്ലെങ്കിൽ എന്ന് പറയാൻ പറ്റുന്ന ഈ സാംസ്കാരിക ഇടനാഴി അത് നമ്മുടെ പ്രഗതി മൈതാനത്തെ ഭാരത മണ്ഡപമാണ്. ആ ഭാരത മണ്ഡപത്തിലാണ് ഈ 5 ദിവസം നീളുന്ന ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് ഗ്ലോബൽ കോൺഫറൻസ് നടക്കുന്നത്. ഈ ലോകരാജ്യങ്ങളിൽ നിന്നും വിവിധ സെഷനുകളിലായി 3000-ലധികം ഡെലിഗേറ്റുകൾ പങ്കെടുക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഐക്യൂബ്സും ഇവിടെ എത്തിയിട്ടുള്ളത്. ഈ ഈവന്റ് എല്ലാം ഒഫീഷ്യലായി നമ്മൾ ഡോക്യുമെന്റ് ചെയ്യുക മാത്രമല്ല പ്രൊഫൈൽ സ്റ്റോറികൾ എടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഇന്ത്യ ഗവൺമെന്റിന്റെ സഹകരണത്തോടെയാണ് പരിപാടി നടന്നത്. ഇഫ്കോയാണ് ആതിഥേയത്വം വഹിച്ചത്. നവംബർ 25 ആരംഭിച്ചത്. ഭാരത് മണ്ഡപത്തിലെ സുരക്ഷാ ചെക്കിങ്ങുകൾ കഴിഞ്ഞ് അകത്തേക്ക് കയറുമ്പോൾ കൂറ്റൻ LED വാളുകൾ, വലിയ ഹെൽപ്പ് ഡെസ്കുകളും സഹായത്തിനുണ്ടായിരുന്നു. വിദേശികളായ 3000-ലധികം കോപ്പറേറ്റീവുകളുടെ തിരക്കിലേക്ക് ഭാരത് മണ്ഡപം. ഹായ് പറഞ്ഞും ചിരിച്ചും അവർ മുന്നോട്ട്. എന്നെ അറിയുന്നവരും അല്ലാത്തവരും അക്കൂട്ടത്തിലുണ്ട്. പ്ലേനറി ഹാളിൻ്റെ ഉള്ളിലേക്ക് കയറുന്നതിന് മുൻപ് സുപ്രീം കോടതിയുടെ തലഭാഗം കണ്ടു. 100-ലധികം രാജ്യങ്ങളിൽ നിന്നെത്തിയ ഡെലിഗേറ്റുകൾ നിറഞ്ഞ ഭാരത് മണ്ഡപത്തിൻ്റെ പ്ലേനറി ഹാളിൽ കയറി. എല്ലാവരും ഉദ്ഘാടന സെഷനായി കാത്തിരിക്കുകയാണ്. യൂറോപ്യൻ പാശ്ചാത്യ വേദികൾ സമന്വയിപ്പിച്ച പരിപാടികളും സെഷനുകളുമായിരിക്കുമെന്ന് വേദിയും സദസ്സും കണ്ടപ്പോൾ മനസ്സിൽ തോന്നി. പ്രധാന ലൈറ്റുകൾ ഓഫായതിനു ശേഷം എല്ലാവരുടെയും മൊബൈൽ ഫ്ലാഷുകൾ മിന്നിത്തുടങ്ങി. അപ്പോഴേക്കും വല്ലാത്തൊരു ഭംഗിയായി. ഉദ്ഘാടനത്തിന് മണിക്കൂറുകൾ മാത്രം ബാക്കി. വലിയ സ്ക്രീനുകളിൽ ലോകരാജ്യങ്ങളിലെ കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ കഥകൾ കാണാമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അത് കണ്ടപ്പോൾ ഏഷ്യയിലെ ആദ്യത്തെ യുവ സഹകരണ മീഡിയ പ്രൊഡക്ഷൻ ഹൗസായ ഐക്യൂബ്സും ഇതുപോലെ ലോകമറിയണമെന്നും അതിന് പിന്നിലെ കഥകൾ എല്ലാവരുമായി പങ്കുവയ്ക്കാനും കഴിയുമെന്നും മനസ്സിലോർത്തുകൊണ്ട് പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും നോക്കിയിരുന്നു. വൈകുന്നേരം 4:15 പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ഭൂട്ടാൻ പ്രധാനമന്ത്രി ദാഷോ ഷെറിംഗ് ടോബ്ഗെ, ഫിജി ഉപപ്രധാനമന്ത്രി മനോവ കാമിക തുടങ്ങിയ പ്രമുഖരെല്ലാം സ്റ്റേജിലെത്തി. സഹകരണങ്ങൾ ഒരുപാട് മെച്ചപ്പെട്ട ലോകം കെട്ടിപ്പടുക്കുന്നുവെന്ന പ്രമേയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന UN അന്താരാഷ്ട്ര സഹകരണ വർഷമായ 2025 പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാംസ്കാരിക ഇടനാഴി എന്നറിയപ്പെടുന്ന ഭാരത് മണ്ഡപത്തിൽ തുടക്കം കുറിച്ചു. ബഡേ ഭായി എന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വിളിക്കുന്ന ഭൂട്ടാൻ പ്രധാനമന്ത്രിയും ചോട്ടെ ഭായി എന്ന് ഭൂട്ടാൻ പ്രധാനമന്ത്രിയെ വിളിക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഡെലിഗേറ്റുകളെയും മറ്റുള്ളവരെയും ഒരുപോലെ ചിരിപ്പിച്ചു. സഹകരണ പ്രസ്ഥാനത്തോടുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധതയുടെ പ്രതീകമായി തപാൽ സ്റ്റാമ്പും പ്രധാനമന്ത്രി പുറത്തിറക്കി. രാത്രിയിലെ ഭാരത് മണ്ഡപവും നടരാജ വിഗ്രഹവും ഡൽഹിയുടെ ഭംഗി കൂട്ടുന്നതുപോലെ തോന്നി. 5 ദിവസം നീണ്ട പരിപാടികളിൽ ലോകമെമ്പാടുമുള്ള സഹകരണ സ്ഥാപനങ്ങൾ നേരിടുന്ന വെല്ലുവിളികളും അവസരങ്ങളും അഭിസംബോധന ചെയ്യുന്ന ചർച്ചകൾ, പാനൽ സെഷനുകൾ, ശില്പശാലകൾ, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ലിംഗസമത്വം, സുസ്ഥിര സാമ്പത്തിക വളർച്ച തുടങ്ങിയ മേഖലകളിൽ ഇവന്റുകളും നടന്നു. US സിഗ്നേച്ചർ ബോർഡിൽ ഐക്യൂബ്സും ഞാനും കയ്യൊപ്പ് പതിപ്പിച്ചു. ഓരോ ബൂത്ത് ഹാറ്റുകളും ഐക്യൂബ്സ് TV ക്യാമറയിലാക്കി. ഇത്രയും അവസരങ്ങളുണ്ടായിട്ടും എന്തുകൊണ്ടാണ് കേരളത്തിലെ യുവതലമുറ സഹകരണ മേഖലയിലേക്ക് കൂടുതലായി വരുന്നില്ല എന്ന് ഒരു നിമിഷം അവിടെ ഇരുന്ന് ഞാൻ ആലോചിച്ചു. മുടി നരച്ചവർക്ക് ഇതിന് കഴിയൂ എന്നാണോ വിചാരിച്ചിരിക്കുന്നത്? ആ ധാരണ കളയണം. റിസ്ക് എടുത്താൽ സഹകരണ ചരിത്രത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് നടക്കാം. വരൂ ന്യൂജൻ സഹകാരികളെ. സഹകരണ ചരിത്രങ്ങൾ ഭാരത് മണ്ഡപത്തിൻ്റെ ചുവരുകളിൽ നിശ്ചലമായി നിന്ന് കഥ പറയുന്നത് ഞാൻ നോക്കി നിന്നു. ഭാരത് മണ്ഡപത്തിലെ സഹകരണ അത്തപ്പൂ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ലോകത്തിലെ ഏറ്റവും സമൃദ്ധമായ വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്നതിൽ സഹകരണ സംരംഭങ്ങളുടെ ശക്തി പ്രദർശിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഒരു ആഗോള സംരംഭമായി ICA ഗ്ലോബൽ കോപ്പറേറ്റീവ് കോൺഫറൻസ് മാറുകയായിരുന്നു.